അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് കേരളത്തില് പ്രവർത്തനം ആരംഭിച്ച വർഷം മുതൽ തന്നെ ശബരിമല പ്രക്ഷോഭം അതുപോലുള്ള നമ്മുടെ പ്രധാന വിഷയങ്ങളിൽ നമ്മൾ ഏറെ ശ്രദ്ധിച്ചുവെങ്കിലും ഈ ഭാരതത്തിന്റെ അഖണ്ഡതയെ സ്പർശിക്കുന്ന, ഈ നാടിന്റെ ഏകതയെ ബാധിക്കുന്ന ഒരു വിഷയം എന്നുള്ള നിലയ്ക്ക് ഈ ഒരു പരിപാടി നമ്മൾ മുടങ്ങാതെ നടത്തിയിരുന്നു. ആ കഴിഞ്ഞ 7 വർഷക്കാലത്തെ പരിപാടിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടാണ് ഇപ്രാവശ്യം അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് ഈ പരിപാടിയിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിൽ വളരെ അഭിമാനത്തോടു കൂടിയിട്ട് നട്ടെല്ലുയർത്തി നിന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നത്. ഈ കോഴിക്കോട് ജില്ല ശബരിമല പ്രക്ഷോഭ കാലഘട്ടത്തിൽ പോലും ശബരിമല പ്രക്ഷോഭം കോഴിക്കോട് ജില്ലയിൽ വളരെ ശക്തമായി നടന്നിട്ടുണ്ട്. പല സംഘടനകളും അത് നടത്തിയിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ട് ശബരിമല യുവതീ പ്രവേശനത്തിനെതിരെ പരസ്യമായി സുപ്രീം കോടതി വിധിയെ വെല്ലുവിളിച്ച് രംഗത്ത് വന്ന ആർജവമുള്ള ഹൈന്ദവ സംഘടന എന്നുള്ള നിലയ്ക്ക് ആദ്യത്തെ അറസ്റ്റ് വരിച്ച് അയ്യപ്പ സ്വാമിക്ക് വേണ്ടിയിട്ട് ജയിലിൽ പോകാൻ തയ്യാറായ ഹിന്ദു സ്വാഭിമാനികൾ ഉണ്ടായിരുന്ന സംഘടന എന്നുള്ള നിലയ്ക്ക് കോഴിക്കോട് മലബാർ മേഖല നമുക്ക് ഒരു ബാലികേറാമലയായിരുന്നു. കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവർത്തനം എത്തിക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞത് ഒരു 25 തവണ ഞാൻ ഈ കോഴിക്കോട് ജില്ലയിൽ വന്നു പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ സ്വാർത്ഥതയിൽപ്പെട്ട് സംഘടനയെ സ്വന്തം കാര്യലാഭത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഒരു കൂട്ടം ഹൈന്ദവ സഹോദരന്മാരെയാണ്, അവരെയും ഹൈന്ദവ സഹോദരന്മാരെന്ന് വിശേഷിപ്പിക്കാനാണ് സംഘടനയ്ക്ക് ആഗ്രഹം. അതുകൊണ്ട് തന്നെ അവരെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവരിലേക്ക് സംഘടനയെ വിശ്വാസപൂർവം ഏൽപ്പിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. കോഴിക്കോട് മാത്രമല്ല, വളരെ കഠിനമായിട്ടുള്ള പരിശ്രമങ്ങൾ നമ്മൾ കണ്ണൂർ ജില്ലയിൽ നടത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നമ്മൾ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് പോയപ്പോ തലശ്ശേരിയിൽ ഒരുപക്ഷെ പവിത്രേട്ടനൊക്കെ അറിയണുണ്ടാവും, ലാവണ്യ ലോഡ്ജ് ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള ഒരു ലോഡ്ജാണ്. രാത്രി 2 മണിക്ക് ലോഡ്ജിൽ നിന്ന് എന്നെ ബാഗുമായിട്ട് പുറത്തേക്ക് തലശ്ശേരി ബസ് സ്റ്റാൻഡിലേക്ക് ഇറക്കി വിടുമ്പോൾ അപ്പോഴും തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് ഈ സംഘടനയെ ഈ മണ്ണിൽ ഉറപ്പിക്കും, ഈ സംഘടനയെ ഈ നാട്ടിൽ വളർത്തും, ഈ കേരള മണ്ണിൽ പരാജയത്തിന്റെ ഒരു പാത അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന് ഉണ്ടാവില്ല എന്ന തികഞ്ഞ കരളുറപ്പോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോയത്. ആ ബസ് സ്റ്റാൻഡില്, പട്ടാമ്പി ബസ് സ്റ്റാൻഡില് നേരം വെളുപ്പിക്കുമ്പോഴും തലശ്ശേരി ബസ് സ്റ്റാൻഡില് നേരം വെളുപ്പിക്കുമ്പോഴും ഒക്കെ ഒരു 8 വർഷത്തിന് ശേഷം മലബാർ മേഖലയെ കീഴടക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് വളർന്നു വരാൻ സാധിക്കുന്ന ആർജവമുള്ള പ്രസ്ഥാനമാണെന്ന് സത്യത്തിൽ ഞാൻ പോലും മനസ്സിൽ ചിന്തിച്ചിരുന്നില്ല. ഇന്നലെ ഇവിടെ വന്ന് ഞങ്ങൾ റൂമെടുത്ത് താമസിക്കുമ്പോൾ ഇന്ന് ഇത്തരത്തില് ഞങ്ങളാരും ഒന്നും ചെയ്യാതെ ഇത്രയധികം ആളുകളെ സംഘടിപ്പിച്ച് കോഴിക്കോട് ഒരു ബൈഠക്ക് നടത്താൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം ഹിന്ദു സ്വാഭിമാനികൾ തയ്യാറായി വന്നതെങ്കിൽ അക്ഷരാർത്ഥത്തിൽ മലബാറിന്റെ മണ്ണിൽ ASP എന്ന് പറയുന്ന സംഘടന അതിപ്രൗഢമായിട്ട് അതിന്റെ വേരുറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതിന്റെ യാഥാർത്ഥ്യമാണ്, അതിന്റെ ദിശയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ അഖണ്ഡ ഭാരത സങ്കല്പ ദിനം അത് ഓഗസ്റ്റ് 16-ാം തീയതി നമ്മുടെ ദേശീയ അധികാരി, ദേശീയ ജനറൽ സെക്രട്ടറി മാന്യ ദേവേഷ് ഉപാധ്യായ, ഹിന്ദു ഹൃദയ കേസരി, അദ്ദേഹം കേരളത്തിന്റെ മണ്ണിലേക്ക് കാലുവെച്ച് ഈ മലബാറിന്റെ മണ്ണിലേക്ക് കടന്നു വരുമ്പോൾ ഹിന്ദുവിന്റെ കേരളത്തിന്റെ പ്രൗഢി വിളിച്ചറിയിക്കുന്ന പരിപാടി, എന്താണ് കേരളത്തിന്റെ ഹൈന്ദവ ശക്തി എന്ന് വിളിച്ചറിയിക്കുന്ന പരിപാടി, ഒരുപക്ഷെ കേരളത്തിന്റെ ഹിന്ദു സമൂഹത്തിന്റെ സർവ്വ വിഷയങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു അജയമായിട്ടുള്ള ശക്തിയായിട്ട് കേരളത്തിന്റെ ഹിന്ദു സമൂഹം മാറിക്കഴിഞ്ഞു. ആ മാറിയ ഹിന്ദു സമൂഹത്തിന്റെ മുന്നിൽ പിടിച്ചിരിക്കുന്ന ബാനർ, അല്ലെങ്കിൽ ആ മാറിയ ഹിന്ദു സമൂഹത്തെ നയിക്കുന്നത് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്താണ്. ഡോക്ടർ പ്രവീൺ തൊഗാഡിയ മുന്നോട്ട് വെച്ച സംഘടിത ഹിന്ദു, സമർത്ഥ ഹിന്ദു, സുരക്ഷിത ഹിന്ദു, സ്വാഭിമാന ഹിന്ദു എന്നുള്ള ആശയമാണ്, ഹിന്ദു ഹി ആകെ എന്നുള്ള ആ ഉദ്ഘോഷമാണ് ഈ കേരളത്തിന്റെ ഹിന്ദു സമൂഹത്തിന്റെ ഹൃദയത്തിൽ വേരുറപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പ്രവർത്തനത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ സാധിക്കണം. ഇന്ന് ഈ സ്വാഗത സംഘം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും എത്ര സംഖ്യയുണ്ട്, വളരെ ചെറിയ സംഖ്യയാണ് എന്നുള്ള ഒരു
ചിന്ത സ്വാഭാവികമായിട്ടും എന്റെ മുന്നിൽ ഇരിക്കുന്ന സഹോദരി സഹോദരങ്ങളായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഒരു സംഘടനയുടെ പ്രവർത്തനത്തിൽ നാളിതുവരെ ഞാൻ എന്തോ സംഭാവനയാണ് നൽകിയിട്ടുള്ളത്, എനിക്ക് എത്ര മാത്രം സമയം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ സ്വാഗത സംഘത്തിലൊക്കെ പങ്കാളിയായി ഞാൻ പുറത്തേക്ക് പോയാൽ എനിക്ക് എത്രത്തോളം ഇതിനുവേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കും, എത്ര ആളുകളെ സംഘടിപ്പിക്കാൻ സാധിക്കും. ഈ പറയുന്ന ആഗസ്റ്റ് 16 കുറച്ച് ദിവസം മാത്രമാണുള്ളത്. ഇതുവരെ മുന്നോട്ട് പോകുമ്പോൾ എന്തോ പ്രകടനമാണ്, അല്ലെങ്കിൽ എന്തൊരു പ്രവർത്തനമാണ്, അതിന്റെ എന്തൊരു പരിസമാപ്തിയിലാണ് നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള ധാരാളം ചിന്തകൾ നമ്മളെ മനസ്സിനെ ഈ സമയത്ത് നമ്മെ മനസ്സിനെ വേട്ടയാടാൻ സാധ്യതയുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു വിഷയം ആമുഖമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചത്. ഈശ്വരീയമായിട്ടുള്ള ഒരു ബാഹ്യ ശക്തിയുടെ പിന്തുണ ഈ സംഘടനയ്ക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വലിയ എതിർപ്പുകളിൽ നിന്ന് അന്ന് തലശ്ശേരിയിൽ ഒരു ക്ഷീരസംഘത്തിന്റെ 2ാമത്തെ നിലയിലെ ബൈഠക്കില് ഞാൻ ഇതുപോലെ ഒരു ഹാളിലേക്ക് കടന്നു വന്ന് ആ ബൈഠക്കിനെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ എന്റെ മുന്നിലുണ്ടായിരുന്നത് അയ്യപ്പ ഭക്തന്മാരായിരുന്നില്ല, മറിച്ച് എന്റെ മുന്നിലുണ്ടായിരുന്നത് ഏകദേശം 50ഓളം DYFIക്കാരും അവരുടെ ഇൻകുലാബുമായിരുന്നു. അവരുടെ മുന്നിൽ അയ്യപ്പ ഭക്തന്മാര് 15ഓളം വരുന്ന അയ്യപ്പ ഭക്തന്മാരെ അഭിസംബോധന ചെയ്യാൻ സാധിക്കാതെ ആ ഇൻകുലാബിന് കീഴടങ്ങി ഞാൻ പിന്മാറി പുറകോട്ട് പോകുമ്പോൾ ഈ പിണറായി വിജയനെ കേരളത്തിന്റെ മണ്ണിൽ മുട്ടുകുത്തിക്കുമെന്നുള്ള ധീരശബ്ദവുമായിട്ടാണ് ഞങ്ങൾ പിന്നോട്ട് പോയത്. അതിന്റെ അന്തിമ വിജയം കാണാൻ വേണ്ടിയിട്ട് മാറി നിന്ന ഹൈന്ദവ സംഘടനകളെ ഒക്കെ തന്നെ ഈ കേരളത്തിന്റെ മണ്ണിൽ നാം കണ്ടതാണ്. ജന്മഭൂമി പത്രത്തില് ആർക്കും മല ചവിട്ടാമെന്ന ജന്മഭൂമി സുപ്രീം കോടതി വിധി വന്ന സമയത്ത് ആ ജന്മഭൂമി ഫ്രണ്ട് പേജില് അവരുടെ വാർത്തയായിട്ട് കൊടുത്തു എങ്കില്, ചരിത്രപരമായിട്ടുള്ള വിധി എന്ന് ജനൻ ടിവിയിൽ വാർത്ത വന്നു എങ്കില്, ഇവിടുത്തെ മുഖ്യധാര ഹൈന്ദവ സംഘടനകൾ നമ്മളെല്ലാവരും ഒരുപക്ഷെ ഹിന്ദുത്വ സംഘടനാ പ്രവർത്തനം പഠിച്ചു വന്ന സംഘമെന്ന മഹാപ്രസ്ഥാനം പോലും ആ സുപ്രീം കോടതി വിധിക്ക് കീഴടങ്ങിക്കൊണ്ട് ഇത് ചരിത്രപരമായിട്ടുള്ള വിധിയാണ്, ഇതൊരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനെയെല്ലാം തടഞ്ഞു നിർത്തിക്കൊണ്ട് ഇതൊരു മാറ്റവുമല്ല, ഹിന്ദുവിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആർജവമുള്ള ഒരു ഹൈന്ദവ സമൂഹം ഈ കേരളത്തിന്റെ മണ്ണിലുണ്ട് എന്ന പ്രഖ്യാപനം കുറിക്കുവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇൻകുലാബിന്റെ മണ്ണില്, അല്ലെങ്കിൽ ഇവിടെ വിപ്ലവത്തിന്റെ പുരോഗമനത്തിന്റെ പേരിൽ ഹിന്ദുത്വത്തെ തകർക്കാൻ ശ്രമിക്കുന്ന അർബൻ നക്സലേറ്റുകളുടെ മുന്നില് അടിയറ വയ്ക്കുന്ന പാരമ്പര്യമല്ല നമ്മുടെ പാരമ്പര്യമെന്ന് പ്രഖ്യാപിക്കുവാൻ തയ്യാറായ ആ ഹൈന്ദവ സംഘടനയാണ് ഇന്ന് നമ്മെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഈ രാഷ്ട്രത്തിന്റെ വിഭജനത്തെ കുറിച്ച് നമുക്കറിയാം. ഈ നാടിന്റെ അഖണ്ഡതയ്ക്കെതിരായിട്ടുള്ള ഇന്നത്തെ വർത്തമാന കാലഘട്ടത്ത് ഉയർന്നു വരുന്ന വെല്ലുവിളികളെ കുറിച്ച് നമുക്കറിയാം. അതിനെക്കുറിച്ചൊന്നും ഈ സ്വാഗത സംഘ രൂപീകരണത്തിന് മുൻപ് ഒരു ആമുഖ പ്രഭാഷണത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. അതുകൊണ്ട് ഈ നാട്ടിൽ ദേശീയത ഉയർത്തിപ്പിടിക്കേണ്ട, ഈ നാടിന്റെ ധർമ്മം എന്നുള്ള നിലയ്ക്ക് ഈ ഹിന്ദുധർമ്മത്തെ സംരക്ഷിച്ചു നിലനിർത്തേണ്ട അനിവാര്യത ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഈ പരിപാടിയിലേക്ക് പോകേണ്ടത്, സ്വാഗത സംഘം രൂപീകരിക്കേണ്ടത്. ഈ നാടിനെ വിഭജിച്ച ചരിത്രത്തെക്കുറിച്ച് വിലപിച്ച് കേവലം ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക്, ഇപ്പൊ അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന് ഒരു പരിപാടി എന്നുള്ള നിലയ്ക്ക് മാത്രമാണെങ്കിൽ അഖണ്ഡ ഭാരത സങ്കല്പ ദിനം ഇന്ന് സ്വാഗത സംഘം ഒരു ചടങ്ങായിട്ട് നമ്മൾ എടുക്കുന്നു. അതുപോലെ അഖണ്ഡ ഭാരത സങ്കല്പ ദിനവും ഒരു ചടങ്ങായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു പരിപാടി നടത്തി നമുക്ക് പ്രതീകാത്മകമായിട്ടുള്ള ഒരു പരിപാടി, ഒരു ബാനറൊക്കെ പിടിച്ച് കുറച്ച് ആളുകള് കൊടിയൊക്കെ പിടിച്ച് മുദ്രാവാക്യം വിളിച്ച് ഈ ജംഗ്ഷനിലൂടെ നടന്നു വന്ന് പ്രസംഗിക്കാനായിട്ട് ചില കാര്യകർത്താക്കൾക്ക് ഒരു അവസരമൊക്കെ ഉണ്ടാക്കി ഒരു പരിപാടിയൊക്കെ നമുക്ക് പത്രത്തിലെ മാധ്യമങ്ങളുടെ മുന്നിൽ കൊടുത്ത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് ആത്മസംതൃപ്തി അടഞ്ഞ് മുന്നോട്ട് പോകാം. അത്തരത്തിലൊരു പരിപാടി നടത്തി ഇത്തരത്തിലൊരു പരിപാടി കേരളത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്ന ദേശീയ തലത്തിലൊക്കെ റിപ്പോർട്ട് കൊടുത്ത് സായുജ്യമടയാം. പക്ഷേ ഈ നാടിൽ ഇന്ന് എന്താണ്, ഈ നാട്ടിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നുള്ള യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യ ബോധത്തിന്റെ ഗൗരവത്തിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ പരിപാടിയെ അഭിമുഖീകരിക്കണം എന്നുള്ളതാണ്. ജിഹാദ്, നമ്മുടെ പല തരത്തിലുള്ള ജിഹാദിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ നിരന്തരമായിട്ട് പറയുന്നു. അത് അവിടെ ലവ് ജിഹാദാണ്, അവിടെ ലാൻഡ് ജിഹാദാണ്, നർക്കോട്ടിക് ജിഹാദാണ്. ഇപ്പൊ ഏറ്റവും അവസാനം നമ്മൾ മെഡിക്കൽ ജിഹാദ് കൂടി പറഞ്ഞു. ഇങ്ങനെ ജിഹാദ് ഇങ്ങനെ കൂടിക്കൊണ്ടുവരും. ഇത് കുഴിമന്തി, അറബിക് ഭക്ഷണ ജിഹാദ്, ഹലാൽ ഫുഡ്, ഇങ്ങനെ നമ്മൾ ഓരോന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ഈ പ്രചരണം ഇങ്ങനെ നടത്തിപ്പോകും. ഇത്തരത്തിലുള്ള ജിഹാദിനെ കുറിച്ചൊക്കെ ഈ അടുത്ത സമയത്ത് ഹരിപ്പാടുള്ള ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് ഹിന്ദു ഹെൽപ്പ് ലൈനിന്റെ കോൾ സെന്ററിൽ നിരവധി കോളുകൾ ഇങ്ങനെ വരികയാണ്. ഇസ്ലാം നാമധാരികളായിട്ടുള്ള ആളുകള്, മുസ്ലിം ലീഗ് സംഘടനയുടെ നേതൃത്വത്തിലുള്ള ആളുകള് ഇങ്ങനെ നിരന്തരമായിട്ട് ഹിന്ദു ഹെൽപ്പ് ലൈനിലേക്ക് വിളിക്കുകയാണ്.
അവരെല്ലാം ആവശ്യപ്പെടുന്നത് ഒരേ വിഷയമാണ്. ഈ വിഷയം എന്ന് പറഞ്ഞാല് ഈ പെൺകുട്ടിയും ഈ യുവാവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് നിങ്ങൾ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു. ഈ വിഷയം ഇത് പരസ്പര വിരുദ്ധമാണ്, ഇത് ശുദ്ധ അസംബന്ധമാണ്, ഇങ്ങനെ ഒരു വിഷയവുമില്ല. ഈ കുട്ടികൾ എന്ന് പറയുന്നത് ഇവര് തെറ്റായിട്ടുള്ള ഒരു ജീവിത സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോയി. അതിനെന്തിനാണ് നിങ്ങൾ മതത്തെ പഴിക്കുന്നത്, ഈ മതത്തെ നിങ്ങൾ ഇതുമായി കൂട്ടിച്ചേർക്കുന്നത് എന്തിനാണ് എന്നുള്ള വിഷയം കൃത്യമായിട്ട് അവർ മുന്നോട്ട് ഉന്നയിക്കുന്നു. അത് ഒരു സ്ഥലത്ത് നിന്നല്ല, ഏകദേശം 100 കണക്കിന് കോളുകളാണ്. തീർത്തും ഈ കോളുകൾ വരുന്നത് മലബാർ മേഖലയിൽ നിന്ന് കൂടിയാണ് എന്ന് എടുത്തു പറയേണ്ടി വരും. നാം മനസ്സിലാക്കേണ്ടത്, ഈ വിഷയങ്ങളൊക്കെ സംസാരിച്ച സമയത്ത് ഒരു ചാനൽ പ്രവർത്തകൻ കൂടിയായിട്ടുള്ള ഒരു മുനീറിന്റെ സംസാരത്തിന് ഞാൻ മറുപടി നൽകി. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ജിഹാദ് എന്ന് പറയുന്ന പദത്തിനോട് നിങ്ങൾക്കുള്ള മാനസികാവസ്ഥ, നിങ്ങളുടെ നിലപാട് എന്താണ്? അപ്പോ ജിഹാദ് എന്ന പദത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു. ആ ജിഹാദ് എന്ന് പറയുന്ന പദത്തെ നിങ്ങൾ അംഗീകരിക്കുന്നു എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അത് ജിഹാദ് എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധ യുദ്ധം, അത് മതത്തിന് വേണ്ടിയിട്ടുള്ള, മതത്തിന്റെ പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള മാധ്യമമാണ്. അങ്ങനെ മതത്തിന് വേണ്ടിയിട്ടുള്ള പ്രചരണത്തിന്റെ മാധ്യമമാണ് എങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്, അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചിന്തിച്ചാല് നമ്മൾ ഒരു മതപണ്ഡിതനെ ഒന്നും ആശ്രയിക്കേണ്ട. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ട് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, ആൻഡ്രോയിഡ് ഫോണിൽ ഒന്ന് സെർച്ച് ചെയ്താൽ അതിനുള്ള ഉത്തരം കിട്ടും. മതവിശ്വാസമനുസരിച്ച് തങ്ങളുടെ ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് മാത്രം സുരക്ഷിതമായിട്ട് ജീവിക്കാനുള്ള ഭൂപ്രദേശം സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ടുള്ള വിശുദ്ധ യുദ്ധം, ആ യുദ്ധമാണ് ജിഹാദ് എന്ന നാമം കൊണ്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ഇസ്ലാം മതവിശ്വാസിയും അങ്ങനെ ജിഹാദിന്റെ പങ്കാളിയാവണം എന്ന് പറയുന്ന കാരണം കൊണ്ടാണ് ഈ ഹരിപ്പാട് മരിച്ച കുട്ടിയുടെ പേര് സാബരിയ വസന്ത എന്ന് പറയുന്ന പെൺകുട്ടി, ഞാൻ ഇന്നലെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് സാബരിയുടെ വീട്ടിൽ പോയിട്ടാണ് വരുന്നത്. നാളിതുവരെ ആ കുട്ടിയുടെ അമ്മ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ആ കുട്ടിയുടെ അമ്മ ഭക്ഷണം കഴിച്ചിട്ടില്ല. ആ കുട്ടിയുടെ അച്ഛൻ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളാണ്. ഇപ്പോ അദ്ദേഹത്തിന് ഭീഷണിയാണ്, വിദേശ രാജ്യത്ത് അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ അനുവദിക്കില്ല. അദ്ദേഹത്തിന്റെ ആ കുട്ടിയുടെ സാബരിയ വസന്തിന്റെ അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവ് ദുബായിൽ ജോലി ചെയ്യുന്നു. അദ്ദേഹത്തെ ജോലി സ്ഥലത്ത് അപായപ്പെടുത്തും. ആ കുടുംബം പോലും ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ കൊണ്ട് അവർക്കുണ്ടാവാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകളുടെ ആശങ്കയിൽ ആ കുടുംബം മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ സാന്നിധ്യം പോലും, ഒരു ഹൈന്ദവ സംഘടനയുടെ സാന്നിധ്യം പോലും പരസ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഒരു ഹിന്ദു കുടുംബം പേടിച്ച് കേരളത്തിൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം ഭയാനകമാണ് കേരളത്തിന്റെ ഹിന്ദുവിന്റെ അവിടുത്തെ കുടുംബ അന്തരീക്ഷമെന്ന് നാം നിസ്സാരമായിട്ട് ചിന്തിച്ചാൽ പോരാ, മനസ്സിരുത്തി ചിന്തിക്കണം. നാം ചിന്തിക്കും. ഞാൻ ആ പിതാവിനോട് ചോദിച്ചു, നിങ്ങളുടെ മകൾക്ക് എന്നെങ്കിലും ഒരു ദിവസം ഈ ഗതി വരുമെന്ന് നിങ്ങൾ എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ പിതാവിനോട് പറഞ്ഞു. എന്നോടൊപ്പം വന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്, സുധീഷ് ഉണ്ട്, ഷിജു ഉണ്ട്, ഇവരൊക്കെ ഉണ്ട്. അപ്പോ ആ പിതാവ് പറഞ്ഞു, ഞാൻ എന്റെ മകൾക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു. ഞാൻ എന്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ ഈ കാര്യങ്ങളൊക്കെ സമ്പാദിച്ചു കൊണ്ടിരുന്നത്. വിദേശത്ത് ജോലി ചെയ്തത്, ഇതൊക്കെ സമ്പാദിച്ചത് എല്ലാം എന്റെ മകൾക്ക് വേണ്ടിയിട്ടായിരുന്നു, എന്റെ വലിയ സ്വപ്നമായിരുന്നു, പ്രതീക്ഷയായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്നെങ്കിലും ഒരു കാലത്ത്, എത്രയോ കാലം കൊണ്ട് അന്ന് ഞങ്ങളൊക്കെ പറയുന്നത് കേൾക്കുന്നില്ലേ? ഈ ഹിന്ദു സംഘടനകൾ ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഈ ജിഹാദ് ഹിന്ദു സമൂഹത്തെ വേട്ടയാടും, ഈ മണ്ണിനെ കീഴടക്കും, ഈ നാടിനെ നശിപ്പിക്കും, ഹിന്ദുവിന് പലായനം ചെയ്യേണ്ടി വരും, ഈ ക്ഷേത്രങ്ങൾ തകർക്കപ്പെടും, വിശ്വാസങ്ങൾ ഇല്ലാതാവും എന്നൊക്കെയുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ദിവസം അത് വിശ്വസിച്ചിരുന്നോ? നമ്മുടെ സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങൾ മുഴുകി നാം മുന്നോട്ട് പോകുമ്പോൾ ഈ സമാജത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണോ? മറിച്ച് എന്റെ മകളോടുള്ള സ്നേഹമല്ല, എന്റെ ഭാര്യയോടുള്ള സ്നേഹമല്ല, അല്ലെങ്കിൽ എന്റെ കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ടല്ല ഈ യുവാക്കൾ നമ്മളെ സമീപിക്കുന്നത്. ഇത് ഈ ധർമ്മത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്, ഈ സമാജത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ മതചിന്തയിൽ നിന്ന് ഉടലെടുക്കുന്ന ആ വികാരത്തിന്റെ ഭാഗമാണ് നമ്മോട് നടിക്കുന്ന ഈ പ്രണയമെന്ന നാടകമെന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് എന്നെങ്കിലും സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇത്തരത്തിലുള്ള ഹിന്ദു സംഘടനകളെ പോലും അറിയാൻ സാധിച്ചത് എന്റെ മകളുടെ ആ ജീവൻ നഷ്ടപ്പെട്ട, ആ തല്ലിച്ചതച്ച, നട്ടല് തല്ലിയൊടിച്ച, തലയോട്ടി തല്ലിപ്പൊളിച്ച ആ ശവശരീരം മുന്നിൽ കൊണ്ട് കിടത്തിയിട്ട് എന്റെ ഭാര്യയുടെ അടിച്ചുള്ള നിലവിളി, ആ നിലവിളി ഉയർന്നപ്പോഴാണ് ഈ ഹിന്ദു സംഘടനകൾ ഈ നാട്ടിൽ പ്രവർത്തിക്കേണ്ട ആവശ്യകതയെ കുറിച്ച് എനിക്ക് ബോധ്യപ്പെട്ടത് എന്ന് പറയുമ്പോൾ നാം സംഘടനാ പ്രവർത്തകരായിട്ടുള്ള നാം തിരിച്ചറിയേണ്ടത്, ഈ നാട്ടിലെ ഹിന്ദുവിന്, ഇനിയും ഒരു ഹിന്ദു കുടുംബത്തിന്
ഈ നാട്ടിലെ ഹിന്ദു സമൂഹത്തിന് ഇത്തരത്തിലുള്ള വിധി വരുന്നത് വരെ കാത്തിരിക്കേണ്ട ഒരു പ്രസ്ഥാനമല്ല നമ്മള്. ഞാൻ എന്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു, ഒരുപക്ഷെ ഓരോ ജില്ലയിലും ഒരു 500 പ്രവർത്തകർ അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന് ഉണ്ടായിരുന്നു എങ്കിൽ ആ ശവശരീരം മറവ് ചെയ്യുന്നതിന് മുമ്പ് പെരിന്തൽമണ്ണയില് ഈ കൃത്യം നിർവഹിച്ച ആ ഇസ്ലാം നാമധാരിയുടെ വീട്ടിലേക്ക് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന് മാർച്ച് ചെയ്തു പോയിട്ട് ആ വീട് പറയാൻ സാധിച്ചില്ല എങ്കിൽ ഭാരതപ്പുഴയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നദിയിലോ ചാടി ജീവനെടുക്കുവാൻ വേണ്ടിയിട്ട് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകർ തയ്യാറാകും. ഇത്ര നാണം കെട്ടിട്ട് ഈ നാട്ടിൽ ജീവിച്ചിട്ട്, സ്വാഭിമാനം പണയപ്പെടുത്തിയിട്ട് ഈ നാട്ടിൽ ജീവിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനം, നമ്മുടെ ഹിന്ദുത്വ വികാരം, നമ്മുടെ ധർമ്മബോധം ഇതൊക്കെ നവമാധ്യമങ്ങളിലല്ല, മറിച്ച് കർമ്മമണ്ഡലങ്ങളിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ ഗ്രാമാന്തരങ്ങളിലേക്ക്, നമ്മുടെ ഹിന്ദു ഭവനങ്ങളിലേക്ക് നമ്മുടെ സംരക്ഷണത്തിന്റെ വലയം കടന്നു ചെന്നെത്തണം. നമ്മുടെ സഹോദരിമാർക്ക് ചുറ്റും, നമ്മുടെ അമ്മമാർക്ക് ചുറ്റും ഈ സംരക്ഷണത്തിന്റെ സന്ദേശം എത്തണം. മഹിളാ സുരക്ഷയും അതുപോലെ തന്നെ രാഷ്ട്രീയ ബജറംഗദളിന്റെ ഹിന്ദുത്വ മുന്നേറ്റവും ഒക്കെ നാം സംഘടനയുടെ നമ്മുടെ ചുവരുകൾക്കുള്ളിൽ തളച്ചിടേണ്ടതല്ല. സമാജത്തിലേക്ക് ബഹുജന സംഘടനയായിട്ട് ഈ സന്ദേശത്തെ അങ്ങനെ ആളിപ്പടരുന്ന അഗ്നിജ്വാലയാക്കി വളർത്തിക്കൊണ്ട് നമുക്ക് വരുവാൻ സാധിക്കണം. ഈ സ്വാഗത സംഘം എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ ചുവടുവയ്പായിട്ട് നാം ചിന്തിക്കണം. ഇവിടെ നിന്ന് ഒരു പ്രത്യേക സംഘത്തെ അല്ലെങ്കിൽ ചില ആളുകളെ ചില കർത്തവ്യം നമ്മൾ ഏൽപ്പിച്ചുകൊണ്ട് ചില തീരുമാനങ്ങൾ എടുത്ത് നമ്മൾ എല്ലാവരും ഉൾപ്പെട്ട ഒരു സ്വാഗത സംഘം രൂപീകരിക്കപ്പെടും. ആ സ്വാഗത സംഘം രൂപീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? ഈ പരിപാടി ആഗസ്റ്റ് 16 ഈ കോഴിക്കോട് എന്ന് പറയുന്ന ഈ ചരിത്ര ഭൂമിയിൽ നടക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഹിന്ദു സമാജത്തിന്റെ ശക്തി വിളിച്ചറിയിക്കുന്ന ഈ ഹിന്ദു വിരുദ്ധ, രാഷ്ട്രവിരുദ്ധ, ദേശവിരുദ്ധ, ധർമ്മവിരുദ്ധ ശക്തികളെയെല്ലാം ഞെട്ടിക്കുന്ന തരത്തിലേക്ക് വിദേശ രാജ്യത്ത് നിന്നുള്ള സഹായത്തോട് കൂടിയിട്ട് ഈ നാടിലെ ഹിന്ദുവിനെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട്, ഈ നാടിന്റെ ധർമ്മത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി നൽകുന്ന തരത്തിലേക്ക് നമുക്ക് ആ പരിപാടി മാറ്റാൻ സാധിക്കണം. നമ്മൾ ഓരോരുത്തരും മനസ്സിൽ ചിന്തിക്കണം, ഞാൻ ജീവിക്കുന്ന ഗ്രാമത്തിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് ഒരു വാഹനം എന്ന് പറയുമ്പോൾ ആട്ടോറിക്ഷ, സൈക്കിൾ മുതൽ വലിയ ബസ് വരെ, ട്രെയിൻ വരെ നമുക്ക് വാഹനമായിട്ട് പരിഗണിക്കാം. അപ്പോ നമുക്ക് ട്രെയിൻ വിളിച്ച് ആളുകളെ കൊണ്ടുവരിക അസാധ്യമാണ്. പക്ഷേ ഏറ്റവും നമ്മുടെ നാട്ടിൽ നിന്ന് മാർഗമായിട്ടുള്ള, നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല മാർഗം, ആ മാർഗം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പരമാവധി ആളുകളെ ഈ പരിപാടി സ്ഥലത്തേക്ക് കൃത്യസമയത്ത് കൊണ്ടെത്തിച്ച് അതിന്റെ ഉത്തരവാദിത്വം പൂർത്തീകരിച്ചുകൊണ്ട് നമുക്ക് വലിയൊരു പരിപാടി, അക്ഷരാർത്ഥത്തിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ മുന്നോട്ട് വയ്ക്കുന്നത് ഒരു മനസ്സിലെ ആഗ്രഹം എന്നവണ്ണം മുന്നോട്ട് വയ്ക്കുന്നത്, അതിൽ തീരുമാനമെടുക്കേണ്ടത് തീർച്ചയായിട്ടും സ്വാഗത സംഘത്തിന്റെ പരമാധികാരമാണ്. എന്റെ മനസ്സിലെ ഈ സംഘടനയുടെ പ്രവർത്തനത്തിന് നാളിതുവരെ യാത്ര ചെയ്ത ഒരു കാര്യകർത്താവ് എന്നുള്ള നിലയ്ക്ക് കോഴിക്കോടിന്റെ മണ്ണിൽ 1,000,000 ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട്, 25,000 ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെ കേരളത്തിന്റെ വലിയൊരു തിരിച്ചുവരവ്, മലബാർ മേഖല കീഴടക്കിക്കൊണ്ട് ഞങ്ങൾ ഹിന്ദു സമാജത്തിന് സംരക്ഷണം ഒരുക്കുന്നു എന്നുള്ള സന്ദേശം ഈ രാഷ്ട്രത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അങ്ങ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ആ എല്ലാ പ്രദേശങ്ങളിലും സംഘടന ഒരുമിച്ച് നടത്തുന്ന മുന്നേറ്റത്തിൽ കേരളവും ഭാഗമാണ് എന്നുള്ള വലിയൊരു സന്ദേശം, ആ സന്ദേശം കൃത്യമായിട്ട് നമുക്ക് നൽകാൻ സാധിക്കണം. അതിനു വേണ്ടിയിട്ട് ഉതകുന്ന തരത്തിൽ ആത്മാർത്ഥമായിട്ട് ഈ സ്വാഗത സംഘ രൂപീകരണവും അതിനെ തുടർന്ന് പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ആരോഗ്യകരമായിട്ടുള്ള നിർദ്ദേശങ്ങളും, എപ്രകാരമാണ് ഈ പരിപാടി വിജയിപ്പിക്കേണ്ടത്, ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ ഈ പരിപാടിക്ക് നമുക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും, എങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രവർത്തനം ഇതിൽ കോർഡിനേറ്റ് ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള ആരോഗ്യകരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. എല്ലാവർക്കും നിർദ്ദേശങ്ങൾ ഉണ്ടാവണം. ഒരിക്കലും നമ്മുടെ പ്രദേശത്തുള്ള മറ്റുള്ള ഹൈന്ദവ സംഘടനകളെ കുറ്റം പറയുക, അല്ലെങ്കിൽ മറ്റ് ഹിന്ദു സമൂഹത്തിന്റെ ന്യൂനതകൾ കണ്ടെത്തി അത് പ്രതിപാദിക്കുക, അതല്ല. പക്ഷേ നമുക്ക് ഈ പരിപാടി വിജയിപ്പിക്കുവാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള തരത്തിലുള്ള ആരോഗ്യകരമായിട്ടുള്ള ഒരു അഭിപ്രായവും ചർച്ചയും നമുക്കുണ്ടാവണം. ഇതില് സ്വാഗത സംഘം ചെയർമാൻ എന്നുള്ള നിലയ്ക്കുള്ള ഒരു ഉത്തരവാദിത്വം, ഈ സ്വാഗത സംഘത്തെ ഈ പരിപാടിയുടെ നാളുകൾ വരെ നയിക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരാളിനെ നിർദ്ദേശിക്കണം. അത് നമ്മുടെ
മുന്നിൽ നമ്മുടെ പാലക്കാട് ജില്ലയുടെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള നളിൻ നമ്പ്യാർജി ഇവിടെ ഉണ്ട്. അപ്പോ അദ്ദേഹത്തെ നമ്മള് നേരത്തെ സംസ്ഥാന സമിതി ഒരുമിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേരെല്ലാരും പറഞ്ഞിരുന്നു. ഒരുപോലെ അദ്ദേഹം എല്ലാവർക്കും സർവ്വസമ്മതനാണ്. അപ്പോ നളിൻജിയെ ഞാൻ ആ ചുമതലയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബാക്കി എല്ലാ ആൾക്കാർക്കും അനുകൂലമാണെങ്കിൽ കയ്യടിച്ചല്ല, നമ്മുടെ പരിപാടികളിൽ കയ്യടിയല്ല ഉണ്ടാവേണ്ടത്, ഓങ്കാരം മുഴക്കി നമ്മൾ അതിനെ അംഗീകരിക്കണം. അതാണ് വേണ്ടത്. 3 പ്രാവശ്യം ഓങ്കാരം മുഴക്കി അംഗീകരിക്കണം. ഓങ്കാരത്തിന്റെ കാര്യമല്ല വേണം. അത് നമ്മുടെ ഒരു കോമൺ പ്രൊഫൈലിന് വേണ്ടിയിട്ട് ഡോക്ടറുടെ നമ്മളെല്ലാവരും ഒരുമിച്ചുള്ള യാത്രയല്ലേ. അതിലൊന്നും ഡോക്ടറെ ഒറ്റയ്ക്ക് ഒരു കാര്യത്തിൽ ഒറ്റപ്പെടുത്തില്ല, എല്ലാത്തിനും നമ്മൾ കൂടെ ഉണ്ട്. അപ്പോ ഡോക്ടർ ഒന്ന് എഴുന്നേറ്റേക്കണം. അപ്പൊ നമ്മൾ എല്ലാവരും ഓങ്കാരം മുഴക്കി നമ്മൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? എതിർപ്പില്ലല്ലേ ആർക്കെങ്കിലും ഉണ്ടോ എതിർപ്പ്? ശരി. അപ്പൊ എല്ലാരും നല്ല ഉച്ചത്തിൽ ഓങ്കാരം 3 പ്രാവശ്യം മുഴക്കി അതിനെ അംഗീകരിക്കണം. ഓ ഒരു വൈസ് ചെയർമാനെ നമുക്ക് നിശ്ചയിക്കണം. അത് ഈ ജില്ലയിലാണ് പരിപാടി നടക്കുന്നത്. ഈ ജില്ലയിൽ അത് ചോദിച്ചില്ല, ഈ ജില്ലയിൽ പരിപാടി നടത്തണമെന്ന് അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? ഈ ജില്ലക്കാർക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? പറയാം. സുരേന്ദ്രേട്ട അങ്ങോട്ട്, സുരേന്ദ്രേട്ട താഴത്തെ, വേറെ ആർക്കും എതിർപ്പില്ല. ശരി. അപ്പോ ഈ ജില്ലയിൽ സുരേന്ദ്രേട്ട ഈ കോഴിക്കോട് ജില്ലയിലാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോ ഈ ജില്ലയിൽ നിന്നാണ് നമുക്ക് ഒരു വൈസ് ചെയർമാൻ. അപ്പോ നമ്മുടെ ദീപ മാഡം നമ്മുടെ വൈസ് ചെയർമാനായിട്ട്, സ്വാഗത സംഘത്തിന്റെ വൈസ് ചെയർമാനായിട്ട് നിശ്ചയിക്കും. കയ്യടിയല്ല, കയ്യടി ഓങ്കാരം മുഴക്കി അംഗീകരിക്കും. ഓ എല്ലാവരും ഉച്ചത്തില് ഓ ഒരു ജനറൽ കൺവീനർ എന്നുള്ള നിലയ്ക്ക് പരിപാടിയുടെ എല്ലാ സംസ്ഥാനത്തിന്റെ പരിപാടിയാണ്. അപ്പൊ എല്ലാ ജില്ലകളെ ഒരുപോലെ കോർഡിനേറ്റ് ചെയ്യണം. എല്ലാ കാര്യകർത്താക്കന്മാരുടെ ഇടയിലേക്കും ഈ വിഷയങ്ങൾ എത്തണം. എല്ലാരെയും ഒരുപോലെ സംയോജിപ്പിക്കണം. അതുകൊണ്ട് ജനറൽ കൺവീനർ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ സംഘടനാ സെക്രട്ടറി, സാധാരണ അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ സംഘടനാ സെക്രട്ടറി VK ബൈജു ആണ്. അദ്ദേഹം ഇതിന്റെ ഈ പരിപാടിയുടെ ജനറൽ കൺവീനർ എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കും. നമുക്ക് ഓ ഓ